മകളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ ചേർന്ന PSC യോഗ തീരുമാനത്തിൽ പുതുതായിട്ട് 17 നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഓഗസ്റ്റ് 31 വരാൻ പോകുന്നത്. 17 നോട്ടിഫിക്കേഷൻസ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇവിടെ 4ാമത് കിടക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല കോമ്പറ്റീഷൻ വരും. അടിപൊളി പോസ്റ്റ് ആണ്. കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത സിലബസിലൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ എത്ര നിയമനങ്ങൾ നടക്കും, സിലബസിലെ വ്യത്യാസം എന്താണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ 2020 നോട്ടിഫിക്കേഷൻ വന്നത്. 2020 ഈ കാണുന്നതാണ് പഴയ നോട്ടിഫിക്കേഷൻ. നോക്കി, അവിടെ കാറ്റഗറി നമ്പർ 59/2020 ആണ് കാറ്റഗറി നമ്പർ. കാറ്റഗറി നമ്പർ മറക്കണ്ട, 59/2020 പഴയ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് ജോലി വരുന്നത്. എന്താണ് ജോലി? അസിസ്റ്റന്റ് ആണ് ജോലി. ദെൻ പഴയ സാലറി സ്കെയില് 27,800 മുതൽ 59,400 വരെയാണ്. ഇത് പഴയ സ്കെയിലാണ് കേട്ടോ. പുതിയ സ്കെയിൽ വരുമ്പോൾ ഏതാണ്ട് ഒരു 40,000 ആ റേഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സാലറി പ്രതീക്ഷിക്കാം. ഇവിടെ അന്ന് 10 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചത്. 10 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് 36 പേർക്കാണ് അവിടെ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, താഴേക്ക് വരുമ്പോൾ ഇവിടെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ SC ST ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏജ് ലിമിറ്റ്. ഇനി നോക്കുക, എന്താണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ്. ക്വാളിഫിക്കേഷൻ കയ്യിൽ ഡിഗ്രി ഉണ്ടോ, എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി കയ്യിൽ ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ താഴെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിയമത്തിൽ ബിരുദമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ലോ ആണ്. എന്ന് വെച്ചാലും LLBക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നല്ല, മറിച്ച് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ LLB ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കഴിഞ്ഞ തവണ എത്ര നിയമനങ്ങൾ നടന്നു അതിലേക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പോകാം. സോ നോക്കുക, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ്? കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. 8/8/2023 നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. 2023 എന്ന് വെച്ചാൽ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി എന്ന് വരെയുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2026 8ാം മാസം വരെ. 2026 8ാം മാസം 7ാം തീയതി വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. എന്ന് വെച്ചാൽ 2026 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഓക്കെ, ഇവിടെ നോക്കുക, അന്ന് എത്ര അഡ്വൈസ് ആണ് ഇപ്പൊ നിലവിൽ പോയിരിക്കുന്നത്? 36 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. ഇനിയും നോക്കുക, റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് ഏതാണ്ട് 1 വർഷമുണ്ട്. ഇതുവരെ 36 അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പോസ്റ്റ് ആണ്, സൂപ്പർ ജോലിയാണ്. ഓക്കെ, then നോക്കുക, ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ OC 19 അഡ്വൈസ് പോയായിരുന്നു. ഈഴവ 24 അഡ്വൈസ് പോയി. SC ആണെങ്കിൽ 718 ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുക, ഇതാണ് നിലവിലെ നിയമന നില വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഒരു സിലബസ് ഉണ്ട്. സിലബസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ സിലബസിലെ വ്യത്യാസങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അവിടെ നോക്കിയാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. മീൻസ് ഹിസ്റ്ററി 2 മാർക്കാണ്, ജോഗ്രഫി 2 മാർക്കാണ്, എക്കണോമിക്സ് 2 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് വന്നിട്ട് 2 മാർക്ക്, ഫിസിക്സ് 1 മാർക്ക്, കെമിസ്ട്രി 1 മാർക്ക്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 1 മാർക്ക്, IT 1 മാർക്ക്, ദെൻ കറണ്ട് അഫയേഴ്സ് 8 മാർക്ക്, മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. എന്ന് വെച്ചാൽ GK വെറും നാമ മാത്രമാണ്. 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഉള്ള സാധനങ്ങൾ വളരെ ഹെവിയാണ്. അപ്പൊ അതിലൊന്നും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല. PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആ മേഖല എന്നുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം അവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് 50 മാർക്ക് വരുന്നത് എവിടെ നിന്നാണ്? ലോയിൽ നിന്നാണ്. നിയമത്തിൽ നിന്നാണ്, ലോയിൽ നിന്നാണ് 50 മാർക്ക് വരുന്നത്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം എത്ര മാർക്കുണ്ട്? സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം 50 മാർക്ക് കിടക്കാണ്. ഇതാണ് സിലബസ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസിലേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കാം, ഹിസ്റ്ററി ആകെ 2 മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ 2 മാർക്കിന് നിങ്ങൾ കേരള ഹിസ്റ്ററി മൊത്തം പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തം പഠിക്കണം, ദെൻ വേൾഡ് ഹിസ്റ്ററി മൊത്തം നോക്കണം. ജോഗ്രഫി 2 മാർക്കാണ് ആകെ ഉള്ളത്. എന്റെ ദൈവമേ, ആ 2 മാർക്കിന് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി മൊത്തം എന്ത് ചെയ്യണം, നോക്കണം. അതും ഡിഗ്രിയുടെ സെയിം സിലബസ് ആണ്, മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് നോക്കുക, എക്കണോമിക്സ് 2 മാർക്കാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 2 മാർക്ക്, ഫിസിക്സ് ഒരുപാട് ടോപ്പിക് ഉണ്ട്, 1 മാർക്കാണ് ആകെ ഉള്ളത്. ദെൻ കെമിസ്ട്രി ആണെങ്കിൽ 1 മാർക്ക്. അടുത്ത ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം, പക്ഷെ 1 മാർക്ക് മാത്രമേ ഉള്ളൂ.
പിന്നെ സ്പോർട്സും അതേ കണക്ക് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. IT 1 മാർക്കാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗ്യം 8 മാർക്ക് കറണ്ട് അഫയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അടുത്ത മാത്സ് നോക്കുകയാണെങ്കിൽ 5 മാർക്കാണ്, റീസണിങ് ആണെങ്കിൽ 5 മാർക്ക്, ടോട്ടൽ 10 മാർക്കാണ് മാത്സും റീസണിങ്ങും വരുന്നത്. അടുത്ത ഇംഗ്ലീഷ് 10 മാർക്കാണ്, അതിൽ ഗ്രാമർ 5 മാർക്ക്, വൊക്കാബുലറി 5 മാർക്ക്. അതേപോലെ മലയാളം നോക്കുകയാണെങ്കിൽ വൊക്കാബുലറി ആണുള്ളത്, അവിടെ എത്ര മാർക്കുണ്ട്? 10 മാർക്കുണ്ട്. പക്ക ഡിഗ്രി ലെവൽ സിലബസ് ആണ് ഇവിടെ മൊത്തം വന്നേക്കുന്നത്. എന്നിട്ട് 50 മാർക്ക് വന്നേക്കുന്നത് എവിടെ നിന്നാണ്? നിയമത്തിൽ നിന്നാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് 50 മാർക്കാണ്. നോക്കി അവിടെ എത്ര മൊഡ്യൂൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മൊഡ്യൂൾ 1 ഉണ്ട്, മൊഡ്യൂൾ 2 ഉണ്ട്, ദെൻ അതേപോലെ അടുത്ത മൊഡ്യൂൾ 3 ഉണ്ട്, അടുത്ത മൊഡ്യൂൾ 4, ദെൻ അത് കഴിഞ്ഞ് മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, മൊഡ്യൂൾ 7, അടുത്ത മൊഡ്യൂൾ 8, മൊഡ്യൂൾ 9, ദെൻ മൊഡ്യൂൾ 10. ഓക്കെ, 10 മൊഡ്യൂളാണ് ആകെ ഉള്ളത്. എന്നിട്ട് 50 മാർക്കാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സിലബസ് വരുന്നത്. 50 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എവിടെ ഫോക്കസ് ചെയ്താണ്? ലോയിൽ ഫോക്കസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്താറായി. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു വലിയ സ്വപ്നത്തെ ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഈ ഓഗസ്റ്റ് 31 വെച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു കൂടുതലും ഇത് ലോയിലൊക്കെ ഡിഗ്രി ഉള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അവരൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തേക്കാം. കാര്യം 2020 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ 5 വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. ഇനി മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടാ. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മക്കളെ? നിങ്ങൾ അറിയാതെ ഒരു നോട്ടിഫിക്കേഷൻ പോലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.